ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലോസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. സോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം എഴുതിയിട്ടുള്ളത് നോട്രോ ഫ്രൈ. ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ എന്നാണ് ഈ ടൈറ്റിലിൻ്റെ എസ്സേയുടെ പേര്. അപ്പോൾ നോട്രോ ഫ്രൈ ഒരു പ്രൊമനൻറ്റ് ലിറ്റററി ക്രിറ്റിക്കാണ് 20th സെഞ്ച്വറിയിൽ. ഹീസ് ഫേമസ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദി ലിറ്റററി ക്രിറ്റിസിസം വിത്ത് ഇൻഫ്ലുവൻഷ്യൽ വർക്ക്സ് റിഗാർഡിംഗ് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം. അപ്പോൾ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആളുടെ ഇൻഫ്ലുവൻഷ്യൽ ബുക്ക് അല്ലെങ്കിൽ ആളെ ആ ഒരു ഫെയിമിലോട്ട് ഒരു പ്രൊമനൻറ്റ് പൊസിഷനിലോട്ട് എത്തിച്ച ബുക്ക് എന്ന് പറയുന്നത് അനാറ്റമി ഓഫ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ബുക്കാണ്. അതിനകത്ത് ഇതേപോലെ ഈ മിത്തിനെ കുറിച്ചും ഈ കൾച്ചറിനെ കുറിച്ചും റിലീജിയനെ കുറിച്ചും അങ്ങനെ എല്ലാത്തിനും ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ബുക്കാണ്. അതർ ദെൻ ദാറ്റ് ആൾ ഒരു 20 ബുക്സ് ഇതേപോലത്തെ ടോപ്പിക് മിത്ത്, കൾച്ചർ, ആർക്കിടൈപ്സ് അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ആൻഡ് അബൌട്ട് 20 ബുക്സ് അയാൾ എഴുതിയിട്ടുണ്ട്. ആൻഡ് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് അത് അതിൻ്റെ ബേസ് വന്നിട്ടുള്ളത് ജെയിംസ് ഫ്രേസറിൻ്റെ ദ ഗോൾഡൻ ബോ എന്ന് പറയുന്ന വർക്കിൽ നിന്നും, പിന്നെ ആ ഒരു സൈക്കോ അനാലിറ്റിക്കൽ തിയറി ഓഫ് കാൾ ഗസ്തവ് യങ്, ആ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ്. അപ്പോൾ ആ ഒരു ഡെപ്ത് ഓഫ് ദി സൈക്കോളജി ഓഫ് കാൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആൾ ആർക്കിടൈപ്പിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസിൽ വരുന്ന ഒരു പ്രിമോഡിയൽ ഇമേജസിനെ പറഞ്ഞിട്ടുള്ളത്, സൈക്കിക് ആയിട്ടുള്ള റെസിഡ്യൂവിനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം മെയിനായിട്ട് പറയുന്നത്. ആൻഡ് ഈ ഒരു എന്താ പറയുക, പ്രിമോഡിയൽ ഇമേജസും സൈക്കിക് റെസിഡിയോ ഒക്കെ ഈ കളക്റ്റീവ് അൺകോൺഷ്യസിലൊക്കെ നമ്മുടെ ഹ്യൂമൻ റേസിൻ്റെ കളക്റ്റീവ് അൺകോൺഷ്യസിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് മിത്തിലൂടെയും റിലീജിയസിലൂടെയും ഡ്രീംസിലൂടെയൊക്കെയാണ് നമുക്കത് എക്സ്പ്രസ്ഡ് ആവുക എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് ആ ഒരു ആർക്കിടൈപ്പൽ ക്രിറ്റിസിസത്തിനെ കുറിച്ച് പറയുന്നത്. ഈ ഒരു എസ്സേ, ദി ആർക്കിടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ എസ്സേ എടുത്തിട്ടുള്ളത് ഈ ഒരു ഫേബിൾസ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ആളൊരു വർക്ക് ഉണ്ട്. അതിൻ്റെ സബ് ടൈറ്റിൽ സ്റ്റഡീസ് ഇൻ പോയറ്റിക് മിത്തോളജി, ഫേബിൾസ് ഓഫ് ഐഡൻറ്റിറ്റി സ്റ്റഡീസ് ഇൻ പോയറ്റിക് മിത്തോളജി എന്ന് പറയുന്ന ഈ ഒരു വർക്കിൽ നിന്നാണ് ദി ആർക്കിടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എസ്സേ എടുത്തിട്ടുള്ളത്. അത് പബ്ലിഷ് ചെയ്തിട്ട് 1963 ഓക്കെ. അപ്പോൾ ഈ ഒരു എസ്സേയിൽ ഫ്രൈ ഒരു ലിറ്ററേച്ചറിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാണ് ഇൻ ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് മിത്ത് ആൻഡ് റിച്വൽസ്. മിത്തിൻ്റെയും റിച്വൽസിൻ്റെയും ബാക്ക്ഡ്രോപ്പിൽ ഒരു ലിറ്ററേച്ചറിനെ അനലൈസ് ചെയ്യുന്നതാണ് ഈ ഒരു എസ്സേയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഹി ഇൻ്റർപ്രിറ്റ്സ് ലിറ്ററേച്ചർ ഇൻ ദ ലൈറ്റ് ഓഫ് വേരിയസ് റിച്വൽസ് ആൻഡ് മിത്സ്. ആൻഡ് ഫ്രൈ ഈ ഒരു എസ്സേനെ 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസത്തിനെ കുറിച്ച് പറയുന്നതും, സെക്കൻഡ് ഒരു ഇൻഡക്റ്റീവ് മെത്തേഡ്, ആൻഡ് തേർഡ് വൺ ഇസ് ഡിഡക്റ്റീവ് മെത്തേഡ്. ഓക്കെ. അപ്പോൾ അതിനകത്ത് ആദ്യം ആ ഒരു ആർക്കിടൈപ്പിനെ കുറിച്ച് പറയുന്ന ഭാഗത്തിൽ ആൾ പറയുന്നുണ്ട് ആദ്യം ആർക്കിടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ്. ആർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനിങ് എന്നും, ടൈപ്പ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ പാറ്റേൺ എന്നാണ്. അപ്പോൾ ദ ബിഗിനിങ് ഓഫ് എ മെത്തേഡ് ഓർ എ പാറ്റേൺ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ലൈക്ക് മോഡൽ ഓർ പാറ്റേൺ ദാറ്റ് ഈസ് റെക്കറൻറ്റ് ഇൻ നറേറ്റീവ് ഡിസൈൻസിൽ, ആക്ഷനിൽ, ക്യാരക്ടർ ടൈപ്പിൽ, തീമിൽ, ഇമേജസിൽ, എല്ലാത്തിലും ഒരു റെക്കറൻ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ആർക്കിടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം ഇൻഡെഫിനിറ്റബിൾ ആയിട്ട് വൈഡ് വെറൈറ്റി ഓഫ് വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ, മിത്ത്, ഡ്രീംസ് അതിനകത്ത് എല്ലാത്തിലും വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസത്തിനെ കുറിച്ച് പറയുന്നത്. ആർക്കിടൈപ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ അനലൈസ് ചെയ്യുന്ന സംഭവമാണ് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം. വി വിൽ കം ടു ദാറ്റ്. അപ്പം ഒരുപാട് വേസ് ഉണ്ട് ഒരു ലിറ്ററേച്ചറിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഒരുപാട് വേസ് ഉണ്ടെന്ന് പറയുന്നത്. ദർ ആർ മെനി വേസ് ഇൻ വിച്ച് വി ക്യാൻ ഇൻ്റർപ്രറ്റ് ലിറ്ററേച്ചർ, ആൻഡ് വൺ സച്ച് വേ ഇസ് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം. ഒരു ആർക്കിടൈപ്പൽ അപ്രോച്ചിലൂടെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് വൺ സച്ച് വേ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആർക്കിടൈപ്പ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് archetype denotes an original idea. Archetype denotes an original idea or pattern in which others are copy. അപ്പോൾ അതൊരു ഒറിജിനൽ ഐഡിയനെ റെപ്രസെന്റ് ചെയ്യുന്ന സംഭവമാണ്, ബാക്കിയെല്ലാം ഇപ്പോൾ കോപ്പിയാണ്. ദി ടേം archetype denotes an original idea or pattern in which others are copy. അപ്പോൾ ഒരു ആർക്കിടൈപ്പൽ അപ്രോച്ച് ഒരു ടെക്സ്റ്റിനെ ഇൻ ദ ബേസിസ് ഓഫ് മിത്ത്, റിച്വൽസ്, അല്ലെങ്കിൽ ഒരു നേഷൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻഡിജീനിയസ് ഗ്രൂപ്പിൻ്റെ ബേസിസിലൊക്കെ ആയിരിക്കും അനലൈസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഈ ഒരു ടെക്സ്റ്റിനെ സ്റ്റഡി ചെയ്തതിന് ശേഷം, മീനിങ്സ് ഡെസിഫർ ചെയ്തതിന് ശേഷം ആ ഒരു മെസ്സേജ് ഒക്കെ കൺവേ ചെയ്യുന്നത് ഈ ഒരു ആർക്കിടൈപ്പ് അല്ലെങ്കിൽ ഈ മിത്തിൻ്റെ ആ ഒരു റിച്വലിൻ്റെ ഒക്കെ ബാക്ക്ഡ്രോപ്പിലായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിനൊരു ഒറിജിൻ എന്ന് പറയുന്ന ഈ ഒരു കൈൻഡ് ഓഫ് ആർക്കിടൈപ്പിനൊക്കെ ഒരു ഒറിജിൻ കിട്ടാൻ കാരണം ഈ ഒരു ജെയിംസ് ഫ്രേസറിൻ്റെ ഗോൾഡൻ ബോ എന്ന് പറയുന്ന ആ ഒരു വർക്കിൽ നിന്നും, പിന്നെ കാൾ ജോങ്ങിൻ്റെ ആ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന സംഭവത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഗോൾഡൻ ബോ എന്ന് പറയുന്ന ആ ഒരു ജെയിംസ് ഫ്രേസറിൻ്റെ ആ ഒരു വർക്ക് അത് സ്റ്റഡി ചെയ്യുന്നത് എന്തൊക്കെയായിരുന്നു? മാജിക്, ഡ്രീംസ്, റിലീജിയൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു അത് സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നത്. കാൾ ഗസ്തവ് യങ്ങിൻ്റെ ആ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ് കാണിക്കുന്നത് ഒരു സിവിലൈസ്ഡ് മാൻ ദേ പ്രിസർവ്സ് ദി ഐഡിയാസ്, കോൺസെപ്റ്റ്സ്, വാല്യൂസ് ഓഫ് ലൈഫ് ചെറിഷ്ഡ് ബൈ ഹിസ് ഫോർ ഫാദേഴ്സ്. അപ്പോൾ ഫോർ ഫാദേഴ്സ് ചെറിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഐഡിയാസ്, കോൺസെപ്റ്റ്സും വാല്യൂസ്
ഓഫ് ലൈഫൊക്കെ അവർ പ്രിസർവ് ചെയ്ത് വെക്കും. ആൻഡ് അത് അവരുടെ മുന്നിലോട്ട് വരുന്നത് ആ ഐഡിയാസിനൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ രൂപത്തിലായിരിക്കും, മിത്തിൻ്റെയും റിച്വൽസിൻ്റെയും ഒക്കെ രൂപത്തിലായിരിക്കും അവരുടെ മുന്നിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിനൊരു കണക്ഷൻ വരുന്നത്. ആൻഡ് റൈറ്റേഴ്സും പോയറ്റ്സും ഒക്കെ ഒരുപാട് ഈ അവരുടെ വർക്കിലൊക്കെ ഈ മിത്തിനെ എംപ്ലോയ് ചെയ്യും. ആൻഡ് ദ ക്രിറ്റിക് ആർ ദ വൺ ഹു അൺഎർത്ത് ദി മിത്തോളജിക്കൽ പാറ്റേൺസ് ഇൻ ദി ടെക്സ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് വർക്ക്സ് ആർ കോൾഡ് ആസ് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം. ഓക്കെ, അപ്പോൾ പിന്നെ പറയുന്നത് ഒരു വർക്കിനെ സിസ്റ്റമാറ്റിക്കലി സ്റ്റഡി ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ സിസ്റ്റമാറ്റിക്കലി സ്റ്റഡി ചെയ്യുന്ന സംഭവമാണ് ക്രിറ്റിസിസം. അപ്പം സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കലി സ്റ്റഡി ചെയ്യുന്ന ഒരു സംഭവമാണ് ക്രിറ്റിസിസം. നമുക്ക് വി കനോട്ട് എക്സ്പെക്ട് ലിറ്ററേച്ചർ ടു ബിഹേവ് ലൈക്ക് സയൻസ് പോലെ ലിറ്ററേച്ചറിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ വി ക്യാൻ എക്സ്പെക്ട് ലിറ്റററി ക്രിറ്റിസിസം ടു ബിഹേവ് ലൈക്ക് സയൻസ് എന്നാണ് പറയുന്നത്. ഒരു സയൻറ്റിഫിക് ആസ്പെക്റ്റിൽ നമുക്ക് ലിറ്റററി ക്രിറ്റിസിസത്തിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സയൻസ് പോലെ ലിറ്റററി ക്രിറ്റിസിസം എന്താണ് ചെയ്യുന്നത്? ലിറ്ററേച്ചറിനെ അനലൈസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ലിറ്ററേച്ചർ. അപ്പോൾ ലിറ്റററി ക്രിറ്റിസിസം നമുക്ക് എന്താ പറയുക, പഠിക്കാൻ പറ്റുന്ന, ടോട്ട് ചെയ്യാൻ പറ്റുന്ന, പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ലിറ്ററേച്ചർ അങ്ങനെ, ലിറ്ററേച്ചർ നമുക്ക് ഒരു ഇതിൽ വരുന്നതാണ്. പക്ഷേ ലിറ്റററി ക്രിറ്റിസിസം നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നും പറയുന്നുണ്ട്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ലിറ്ററേച്ചർ. ഇനി രണ്ട് ടൈപ്പ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസത്തിനെ കുറിച്ച് ആൾ പറയുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം ആൻഡ് പിന്നെ സ്ട്രക്ചറൽ ക്രിറ്റിസിസം. അപ്പോൾ ഈ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് സ്ട്രക്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആൾ കൊടുക്കുന്നത് ആ ഒരു സ്ട്രക്ചറൽ ക്രിറ്റിസിസത്തിനാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചറൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റിൻ്റെ പാറ്റേണിനെ ഫോളോ ചെയ്യുന്നതും, ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിനകത്ത് വരുന്ന ഹിസ്റ്ററി, അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ നോക്കുന്നതുമാണ്. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്ക് ഒരു വർക്കിനെ ഒരു ഇമേജസ്, ഒരു സിമ്പിളൊക്കെ ആൾക്ക് കിട്ടുവാണെങ്കിൽ ആൾ അതേ സിമ്പിൾസ് അല്ലെങ്കിൽ അതേ ഇമേജസ് എവിടെയൊക്കെ ഏതൊക്കെ വർക്കിലാണ്, ഏതൊക്കെ റൈറ്റേഴ്സാണ് യൂസ് ചെയ്തതെന്ന് നോക്കി അതിനൊരു കോമൺ എലമെൻറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യത്തിൻ്റെ കോമ്പിനേഷനാണ് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം. അപ്പോൾ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം ഇസ് എ ക്രിട്ടിക്കൽ തിയറി ദാറ്റ് ഇൻ്റർപ്രറ്റ്സ് എ ടെക്സ്റ്റ് ബൈ ഫോക്കസിംഗ് ഓൺ റെക്കറിംഗ് മിത്സ് ആൻഡ് ആർക്കിടൈപ്പ് ഇൻ നറേറ്റീവ്, സിമ്പിൾസ്, ഇമേജസ് ആൻഡ് ക്യാരക്ടർ ടൈപ്സ് ഇൻ എ ലിറ്റററി വർക്ക് ടു ഫൈൻഡ് മീനിങ്. അപ്പോൾ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ തിയറിയാണ്. അതെന്താണ് ചെയ്യുന്നത്? ഒരു ടെക്സ്റ്റിനെ ഇൻ്റർപ്രറ്റ് ആണ് ചെയ്യുന്നത്. എങ്ങനെ? ബൈ ഫോക്കസിംഗ് ഓൺ റെക്കറിംഗ് മിത്സ് ആൻഡ് ആർക്കിടൈപ്സ് ഇൻ നറേറ്റീവ്, സിമ്പിൾസ്, ഇമേജസ് ആൻഡ് ക്യാരക്ടർ ടൈപ്സ്. അപ്പോൾ ഒരു റെക്കറിംഗ് മിത്തിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെക്കറിംഗ് മിത്തിനെയും ആർക്കിടൈപ്പിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. എവിടെ? നറേറ്റീവിൽ, സിമ്പിൾസിൽ, ക്യാരക്ടർ ടൈപ്പിൽ, ഇമേജസിൽ ഒക്കെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ എന്താ പറയുക, റെക്കറിംഗ് ആയിട്ട് വരുന്ന ഈ വക കാര്യങ്ങളെ ഒരു ടെക്സ്റ്റിൽ നോക്കി അതിനെ ഫോക്കസ് ചെയ്തിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം എന്ന് പറയുക. എന്തിനൊരു മീനിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം ഇസ് എ ക്രിട്ടിക്കൽ തിയറി ദാറ്റ് ഇൻ്റർപ്രറ്റ്സ് എ ടെക്സ്റ്റ് ബൈ ഫോക്കസിംഗ് ഓൺ റെക്കറിംഗ് മിത്സ് ആൻഡ് ആർക്കിടൈപ്സ് ഇൻ നറേറ്റീവ്, സിമ്പിൾസ്, ഇമേജസ്, ക്യാരക്ടർ ടൈപ്സ് ഇൻ എ ലിറ്റററി വർക്ക് ടു ഫൈൻഡ് മീനിങ്. അപ്പോൾ ഫ്രൈ പറയുന്നത് ദ ഫോക്കസ് ഷുഡ് ബി ഓൺ ദ വർക്ക്, നോട്ട് ഓൺ ദി റൈറ്റർ. റൈറ്ററിനല്ല ഫോക്കസ് വേണ്ടത്, വർക്കിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. ഓതർ എന്ന് പറയുന്ന ആൾക്ക് ഹി കനോട്ട് ഇൻട്രൂഡ് ഇൻ ടു ദ ടെക്സ്റ്റ് ആൻഡ് എക്സ്പ്രസ് ഹിസ് പേഴ്സണൽ ഇമോഷൻ ആൻഡ് കോമൻറ്റ്. ആൾക്ക് ആളുടേതായ കോമൻസും ആളുടേതായ പേഴ്സണൽ ഇമോഷൻസ് ഒന്നും വന്ന് ഇൻട്രൂഡ് ചെയ്തിട്ട് പറയാൻ പറ്റില്ല എന്നാണ് ആളുടെ ഒപ്പീനിയൻ. ആൻഡ് ആ പേഴ്സണൽ ഇമോഷൻസും കമൻസും ഒന്നും പറയാൻ പറ്റില്ല. ഹി ഷുഡ് മെയിൻറ്റെയിൻ ആബ്സല്യൂട്ട് ഒബ്ജക്ടിവിറ്റി. ഒരു ആബ്സല്യൂട്ട് ഒബ്ജക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം പോയറ്റ് അല്ലെങ്കിൽ റൈറ്റർ എന്നാണ് ആൾ പറയുന്നത്. റൈറ്റർ ഇവിടെ ഒരു ഹ്യൂമൻ മീഡിയം മാത്രമാണ്, ആ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഹ്യൂമൻ മീഡിയം മാത്രമാണെന്നാണ് പറയുന്നത്. ആൻഡ് ദ ക്രിട്ടിക് ഷുഡ് നോട്ട് ഡൈവേർട്ട് ഫ്രം ദി വർക്ക് ആൻഡ് ഫോക്കസ് ഓൺ ദി ഓതർ. അപ്പം ഓതറിനെ നമ്മൾ ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്, ക്രിട്ടിക് ഒരിക്കലും ഒരു ഓതറിനെ ഫോക്കസ് ചെയ്യരുത്, ഡൈവേർട്ടായി പോകരുത് എന്നും ആൾ പറയുന്നുണ്ട്. സംടൈംസ് ദർ മേ ബി പെക്യുലിയർ സിമ്പിൾസ് ദാറ്റ് ദി റൈറ്റർ യൂസ് അൺകോൺഷ്യസ്ലി. അപ്പം അറിയാതെ ചിലപ്പോൾ ചില പെക്യുലിയർ സിമ്പിൾസ് ഒക്കെ റൈറ്റേഴ്സ് യൂസ് ചെയ്തു എന്ന് വരും. ഹവെവർ ക്രിറ്റിസിസം ഷുഡൻ ജസ്റ്റ് ബി ദി ബയോഗ്രഫി ഓഫ് ദി റൈറ്റർ. അപ്പോൾ അങ്ങനെ ആൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആളെക്കുറിച്ച് അവിടെ അധികം റെഫറൻസ് വരരുത് എന്നാണ് പറയുന്നത്. ഒരു ബയോഗ്രഫി ആവരുത് റൈറ്ററിൻ്റെ ലിറ്റററി ക്രിറ്റിസിസം എന്നും പറയുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു ഫ്രൈ അവിടെ ആൾ ഫോക്കസ് കൊടുക്കുന്നത് വർക്കിനാണ്, അല്ലാതെ പോയറ്റിന് അല്ലെങ്കിൽ ഓതറിനല്ല, റൈറ്ററിനല്ല. ആളുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ റൈറ്റർ
അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പേഴ്സണൽ ആയിട്ടുള്ള ഇമോഷൻസും കോമൻസും പറഞ്ഞുകൊണ്ട് ആ വർക്കിനെ ഇൻട്രൂഡ് ചെയ്യരുത് എന്നാണ്. ആൻഡ് ആൾ പറയുന്നത് ഒരു ഒബ്ജക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ഷുഡ് മെയിൻറ്റെയിൻ ആൻ ആബ്സല്യൂട്ട് ഒബ്ജക്ടിവിറ്റി. ഓദർ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ മീഡിയം മാത്രമാണ് എന്നാണ് പറയുന്നത്. ക്രിറ്റിക്സ് ഒരിക്കലും ഓദറിനെ കുറിച്ച് പറഞ്ഞ് വർക്ക് തന്നെ ഡീവിയേറ്റ് ആയിട്ട് പോകരുത് എന്ന് പറയുന്നുണ്ട്. ആൻഡ് സംടൈംസ് ചിലപ്പോൾ ചില റൈറ്റേഴ്സ് പെക്യുലിയർ ആയിട്ടുള്ള സിമ്പിൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും, അത് അൺകോൺഷ്യസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ സ്റ്റിൽ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വർക്കിനാണ്. അല്ലാതെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു ഓതറിൻ്റെ ബയോഗ്രഫി ആയിട്ട് മാറരുത് എന്ന് പറയുന്നുണ്ട്. ഷുഡൻ ജസ്റ്റ് ബി ദ ബയോഗ്രഫി ഓഫ് ദി റൈറ്റർ. ആൻഡ് പിന്നെ ആൾ പറയുന്നത് ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു ദ സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് ദ വർക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞു അതിനാണ് ആൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിൽ സെൻട്രിപെറ്റൽ അനാലിസിസ് ആണ് ആൾ മെയിൻ അതിനെ കൺസിഡർ ചെയ്യണത്. അല്ലാണ്ട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യത്തിനല്ല ആൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹിസ്റ്റോറിക്കലിനോ ഓതറിൻ്റെ ബയോഗ്രഫിക്കോ ഒന്നുകൂടെ സ്ഥാനമല്ല, ആണ് സ്ട്രക്ചറൽ അനാലിസിസിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആളുടെ അനാലിസിസ് നമുക്ക് ഒരിക്കലും ന്യൂ ക്രിറ്റിക്കിൻ്റെ അനാലിസിസ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ആൾ ഇവിടെ അവനെ ഹിസ്റ്റോറിക്കൽ വാല്യൂസ് ഓഫ് ദ വർക്കിനെ ഫുള്ളി അയാൾ റിജക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. അവരാണ് വർക്ക് ടെക്സ്റ്റ് മാത്രമാണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ ക്രിറ്റിക്സ്. പക്ഷേ ഇവിടെ ആ ഒരു ഹിസ്റ്റോറിക്കൽ വാല്യൂസിന് അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ഈ ആർക്കിടൈപ്പിൽ ക്രിറ്റിസിസത്തിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷേ മെയിനായിട്ട് നമ്മൾ സ്ട്രക്ചറാണ് നോക്കുന്നതെങ്കിലും ഹിസ്റ്റോറിക്കൽ അപ്രോച്ചും അതിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, സോ ദ ലിറ്റററി വർക്ക് ഷുഡ് നോട്ട് ബി സ്റ്റഡീഡ് ഇൻ ഐസൊലേഷൻ ഓഫ് അതർ വർക്ക്സ്. അപ്പം ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലോട്ട് അധികം പോകുന്നില്ല എന്നുണ്ടെങ്കിലും ഒരു വർക്കിനെ നമ്മൾ വേറൊരു വർക്കിനെ കൂടെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. ലിറ്റററി വർക്ക് ഷുഡ് നോട്ട് ബി സ്റ്റഡീഡ് ഇൻ ഐസൊലേഷൻ ഓഫ് അതർ വർക്ക്. ബാക്കി വർക്കൊന്നും ഇല്ലാതെ ഐസൊലേഷനിൽ പഠിക്കരുത് എന്നാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് എല്ലാം എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് എ ഹോൾ. ബിക്കോസ് ദേ ഓൾ ആർ ദ പാർട്ട് ഓഫ് എ ഹോൾ. നമ്മൾ ഹിസ്റ്റോറിക്കൽ സെൻസ് എലിയറ്റിൻ്റെയിൽ പറഞ്ഞ പോലെയാണ്. ബിക്കോസ് ദേ ഓൾ ആർ ദി പാർട്ട് ഓഫ് എ ഹോൾ എന്നാണ് പറയുന്നത്. നമ്മൾ ആ ഒരു ബയോഗ്രഫി ഓഫ് ദി ഓതർ അല്ലെങ്കിൽ അതർ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എങ്കിൽ കൂടിയും വി ഹാവ് ടു സ്റ്റഡി അതർ ടെക്സ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് എ പെർട്ടിക്കുലർ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള വേറെ ടെക്സ്റ്റുകളെ നമ്മൾ നോക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണല്ലോ ആ ഒരു പല ആൾക്കാരുടെ ഉണ്ടായിരുന്ന ആ ഒരു കണക്ഷൻ വർക്ക് നോക്കിയിട്ട് ആ ഒരു സിമ്പിളിനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റിൽ നിന്ന് എടുത്തതാണെന്ന് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിക്സിന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസവും ഈ ഒരു സ്ട്രക്ചറൽ ക്രിറ്റിസിസവും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുമ്പോഴാണ് അത് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം ആവുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ടെക്സ്റ്റ് മാത്രമല്ല അനാലിസിസ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വൽ വർക്ക് ഷുഡ് ബി സ്റ്റഡീഡ് ഇൻ ടേംസ് ഓഫ് വാട്ട് ഇറ്റ് ഷെയർസ് വിത്ത് അതർ വർക്ക്സ്. ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. ദെൻ കംസ് ദ ഇൻഡക്റ്റീവ് മെത്തേഡ് ഓഫ് അനാലിസിസ്. ഇൻഡക്റ്റീവ് മെത്തേഡിൽ ആൾ പറയുന്നത് ഒരു സ്ട്രക്ചറൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ റീഡർ ടു അണ്ടർസ്റ്റാൻഡ് എ ടെക്സ്റ്റ്. ഒരു റീഡറിനെ ഒരു ടെക്സ്റ്റ് മനസ്സിലാക്കാൻ അത് ഈ ഒരു ഇൻഡക്റ്റീവ് അല്ല സ്ട്രക്ചറൽ ക്രിറ്റിസിസം ഹെൽപ്പ് ചെയ്യും എന്നാണ് ആൾ പറയുന്നത്. അത് ആൻഡ് ഹി ഡിസൈഡ്സ് ടു പ്രൊസീഡ് അത് എങ്ങനെയാണ് ഇൻഡക്റ്റീവ്ലി എന്നാണ് പറയുന്നത്. ആ ഒരു ടെക്സ്റ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സ്ട്രക്ചറൽ ക്രിറ്റിസിസം ഹെൽപ്പ് ചെയ്യും. അത് ചെയ്യുന്നത് ഇൻഡക്റ്റീവ് മെത്തേഡിലൂടെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് മീൻസ് ടു ഗോ ഫ്രം പെർട്ടിക്കുലർ ടു ജനറൽ. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കണക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് വരുന്നത്. അതായത് പെർട്ടിക്കുലർ ട്രൂത്തിൽ നിന്ന് നമ്മൾ ഓഫ് വർക്ക് പെർട്ടിക്കുലർ ട്രൂത്ത് ഇൻ എ വർക്ക് അവിടെ നിന്ന് നമ്മൾ ഒരു ജനറൽ ട്രൂത്തിലോട്ടാണ് പോകുന്നത്. എക്സാമ്പിൾ ഷേക്സ്പിയറിൽ ഒത്തല്ലോന് ട്രാജിക് ഫ്ലോ ആയിട്ട് എന്തായിരുന്നു ജലസിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒതല്ലോയുടെ ജലസി അവിടെ ഒതല്ലോയുടെ ട്രാജിക് ഫ്ലോയിൽ എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആളുടെ ഒരു ഡിമൈസിലാണ് അത് എൻഡ് ചെയ്യുന്നതെങ്കിൽ അതേപോലെ തന്നെ അതൊരു പെർട്ടിക്കുലർ ട്രൂത്ത് ആണല്ലോ. ആ ഒരു പെർട്ടിക്കുലർ ട്രൂത്തിന് ജനറൽ ട്രൂത്തിനെ നമുക്ക് എംപ്ലോയ് ചെയ്യാൻ പറ്റും. ലവ് എന്ന് പറയുന്ന സംഭവത്തിൽ ജലസി വന്നു കഴിഞ്ഞാൽ അവിടെ ഡിസ്ട്രക്ഷൻ നടക്കും എന്നുള്ളൊരു ജനറൽ ട്രൂത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡക്റ്റീവ് മെത്തേഡ് അനാലിസിസ് നമുക്ക് വേറെ ഒരു എക്സാമ്പിളും കൂടെ വെച്ചിട്ട് ആൾ പറയുന്നുണ്ട്. ഒരു എന്താ പറയുക ഹാംലെറ്റിലെ ഗ്രേവ് ഡിഗിങ് സീനാണ്. അപ്പോൾ ഈ ഗ്രേവ് ഡിഗിങ് സീനിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് എന്താണ്? ഡിഗേഴ്സ് വന്നിട്ട് അവിടെ ഡിഗ് ചെയ്യുന്നു, അവർ പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു, അതിന് കുറേ ഇമേജസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഇമേജറിയൊക്കെ പറഞ്ഞിട്ടാണ് അവരത് ഡിഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ആ ഒരു സീനിൽ നമുക്ക് പല ആൾക്കാരുടെ പല ഇൻ്റർപ്രിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ പല ആൾക്കാരും ആ ഒരു വർക്കിനെ പല രീതിയിലാണ് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടാവുക. ചില ആൾക്കാരായിട്ട് അല്ലെങ്കിൽ ആ ഒരു വേർഡ് പ്ലേ ആയിരിക്കും കൂടുതൽ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുക. ചില ആൾക്കാർ ആ ഒരു ഇമേജ് ഓഫ് ഡീകേ അല്ലെങ്കിൽ ആ ഇമേജ് ഓഫ് കറപ്ഷൻ ഒക്കെ ആയിരിക്കും അവർ നോക്കിയിട്ടുണ്ടാവുക. ചില ആൾക്കാർ ലവ് ഡെത്ത് എന്ന് പറയുന്ന തീമായിരിക്കും നോക്കിയിട്ടുണ്ടാവുക. ഇപ്പോൾ ലവ് ഡെത്ത് എന്ന് പറയുന്ന തീം നോക്കുമ്പോൾ നമുക്ക് അവിടെ പറയാൻ പറ്റും അവിടെ ഒരു ലിബെസ്റ്റോഡാണ് നടക്കുന്നത്. ഹീറോസ് ലിബെസ്റ്റോഡ് അവിടെ കാണാൻ പറ്റും. LIEBESTOD ലിബെസ്റ്റോ അല്ലെങ്കിൽ ലൈബെസ്റ്റോ അത് ഒരു ജർമ്മൻ വേർഡാണ് വിച്ച് മീൻസ് കൺവേർജൻസ് ഓഫ് ഡെത്ത്
ആൻഡ് ലവ്, കൺവേർജൻസ് ഓഫ് ഡെത്ത് ആൻഡ് ലവ് ആണ്. അപ്പോൾ അവിടെ ആ ഒരു ഒഫീലിയ മരിച്ചതിന് ശേഷമാണ് ഹാംലെറ്റ് എന്ത് പറയുന്നത്, അവൻ്റെ ഇഷ്ടമൊക്കെ മര്യാദയ്ക്ക് തുറന്നൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് കാണിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഹീറോൻ്റെ ഒരു ലിബേസ്റ്റോട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു സീനാണെന്ന് ചിലർക്ക് തോന്നും, ലവ് ആൻഡ് ഡെത്തിനെ കാണിക്കുന്ന സീനാണെന്ന് തോന്നും. അതല്ലാതെ ആണെങ്കിൽ വേറെ അങ്ങനെ നമുക്ക് പല പല ഇൻ്റർപ്രിട്ടേഷനിൽ വി ആർ ട്രേസിങ് ബാക്ക് ടു സാക്സോ എന്ന് പറയുന്ന ആളാണ് ഈ ഹാംലെറ്റിൻ്റെ ആ ഒരു സ്റ്റോറീനെ, ആ ഒരു ലെജൻഡ്, ആ ഒരു AMLET ആംലെറ്റ് ലെജൻഡ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മിത്തിലോട്ട് വരെ നമ്മൾ എത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഈ ഒരു ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുക. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഗ്രേവ് ഡിഗ് ചെയ്യുന്ന സീനിനെ നമ്മൾ ആ പണ്ണിലോട്ട് എത്തി, ആ ഒരു വേർഡ് പ്ലേയിലോട്ട് എത്തി, അവിടുന്ന് പിന്നെ നമ്മൾ DK കൊറപ്ഷൻ എന്ന് പറഞ്ഞ ഇമേജിലോട്ട് എത്തി, അവിടുന്ന് പിന്നെ നമ്മൾ പോയി അതിനെ ലവ് ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു ഹീറോൻ്റെ ലിബേസ്റ്റോഡിലെത്തി, അവിടുന്ന് പിന്നെ നമ്മൾ പോയിട്ടാണ് ഈ സാക്സോ അവരുടെ കാലത്ത് ആ ഒരു ആംലെറ്റ് ലെജൻഡ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ആ സ്റ്റോറി പറഞ്ഞതിനെ കുറിച്ച് വരെ എത്തി. അപ്പോൾ ഫ്രം പെർട്ടിക്കുലർ ടു ജനറൽ എന്നുള്ളതാണ് ഇൻഡക്റ്റീവ് മെത്തേഡിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു റൈറ്റർ ആ ഒരു ഭാഗത്ത് ആ ഒരു റേസ് ലൈക്ക് ആ ഒരു എക്സ്പ്രഷൻ ഓഫ് മിത്ത്, റിച്വൽ, സിമ്പിൾ, ഇമേജ്, അങ്ങനത്തെ പല പല കാര്യങ്ങൾ ആളുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ളതൊക്കെ അവിടെ അപ്ലൈ ചെയ്ത് വരുവാണെന്നാണ് പറയുന്നത്. ഓഫ് ദ റേഷ്യൽ മെമ്മറി, ഒരു റേഷ്യൽ മെമ്മറിയിലുള്ള ഈ വക ഇമേജസ് ഒക്കെ അവിടെ പുറത്തേക്കോട്ട് വരുവാണ്, അൺകോൺഷ്യസ്ലി വരുവാണ്. ഒരു പെർട്ടിക്കുലർ സിമ്പിൾ അല്ലെങ്കിൽ ഒരു മിത്ത് എന്ന് പറയുന്നത് അവിടെ എംപ്ലോയ് ചെയ്തിട്ട് അത് ആ റൈറ്റർ അവിടെ നിന്ന് അങ്ങനെ എംപ്ലോയ് ചെയ്തതിന് അവസാനം അതൊരു ജനറൽ ട്രൂത്തിലോട്ട് എത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുക. ദെൻ കംസ് ഡിഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇപ്പോൾ നമ്മൾ പെർട്ടിക്കുലർ ടു ജനറൽ ആയിരുന്നു ഇൻഡക്റ്റീവിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ജനറൽ ടു പെർട്ടിക്കുലർ, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് നമ്മളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് എത്തുന്നതിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയാം. ജനറൽ ട്രൂത്ത് ടു ദി പെർട്ടിക്കുലർ ട്രൂത്താണ് ആ ഒരു ക്രിട്ടിക്ക് ഇത് എന്താ പറയുക എസ്റ്റാബ്ലിഷ് ചെയ്തും കൊണ്ട് കിട്ടുക. അണ്ടർ ദി ഡിഡക്റ്റീവ് മെത്തേഡ് ഓഫ് അനാലിസിസ് ദ ക്രിട്ടിക് പ്രൊസീഡ് ടു എസ്റ്റാബ്ലിഷ് ദ മീനിങ് ഓഫ് എ വർക്ക് ഫ്രം ദ ജനറൽ ട്രൂത്ത് ടു ദി പെർട്ടിക്കുലർ ട്രൂത്ത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റോമിയോ ആൻഡ് ജൂലിയറ്റിൽ ലവ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ, അതിനകത്ത് അവർക്ക് അതെന്താണ്, ഒരു ട്രാജിക് ലവ് ആണ് അല്ലേ. ആ ജൂലിയറ്റ് റോമിയോ വരുന്നത് വരെ ഇങ്ങനെ മരിച്ച പോലെ അഭിനയിച്ച് കിടക്കുന്ന സമയത്ത് റോമിയോ വന്ന് അവളെ കാണുമ്പോൾ അവൾ ശരിക്കും മരിച്ചു എന്ന് വിചാരിച്ച ആളെ തന്നെ കൊല്ലുന്ന ഒരു സീൻ, അവളുടെ അടുത്ത് തന്നെ ആളെ കൊല്ലുന്ന സീൻ ഇസ് കൈൻഡ് ഓഫ് ട്രാജിക്. അവരുടെ അവസാനം ഒരു ട്രാജഡിയിലാണ് അവരുടെ ലവ് അവസാനിക്കുന്നത്. അപ്പോൾ അത് അവരുടെയാണ്, അതൊരു എന്താ പറയുക, അവരുടേതായ ഒരു പെർട്ടിക്കുലർ ട്രൂത്താണ് അവിടെ നടന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ജനറൽ ട്രൂത്ത് ഓഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ നിന്ന് അവരുടെ ഒരു പെർട്ടിക്കുലർ ട്രൂത്തിലോട്ട് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. ലവ് എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ട്രാജിക് ആവണമെന്നില്ല, എല്ലാവർക്കും ഇതേപോലെ ഡിമൈസിൽ അവസാനിക്കണമെന്നില്ല. അപ്പോൾ ഒരു ജനറൽ ട്രൂത്ത് ആയിട്ടുള്ള ലവ് എന്ന് പറയുന്നത് അവസാനം ഒരു പെർട്ടിക്കുലർ ട്രൂത്ത് ആയിട്ടുള്ള അവരുടേതായ ഒരു ട്രാജഡിയിലോട്ട് അവസാനം എത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മ്യൂസിക്, എല്ലാ മ്യൂസിക്കിനും റിതവും പാറ്റേണൊക്കെ ഉണ്ട്. പെയിൻറ്റിങ്ങിനും അതിൻ്റേതായ ഒരു പാറ്റേണൊക്കെ ഉണ്ട്. ഈ ലിറ്ററേച്ചറിൽ വരുമ്പോഴോ ഈ എന്താ പറയുക റിതം ഓഫ് ദിസ് മ്യൂസിക് ആൻഡ് ദ പാറ്റേൺ ഓഫ് ദിസ് പെയിൻറ്റിങ്, ഇത് രണ്ടും കൂടെ മിക്സഡ് ആയിട്ടാണ് ഇവിടെ വരുന്നത് അല്ലേ. അങ്ങനെയാണ് നമ്മളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റിതമിക് എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു റിതം ആൻഡ് പാറ്റേൺ എന്ന് പറയുന്ന സംഭവം മ്യൂസിക്കിനും പെയിൻറ്റിങ്ങിനും ഒക്കെ ഉള്ള എല്ലാത്തിനും ഉള്ളൊരു സംഭവമാണ്. അങ്ങനെ ആ ഒരു ജനറൽ ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിന് ഈ ലിറ്ററേച്ചറിലോട്ട് എത്തിയപ്പോഴേക്കും അതെന്തായി, അത് സ്പെസിഫിക് ആയി. അതിൽ നിന്ന് എടുത്തിട്ടുള്ളതും ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളതും കൂടെ ഒരു പെർട്ടിക്കുലർ എന്താണ് ഒരു റിതമിക് എക്സ്പ്രഷൻ ആയിട്ട് അവിടെ മാറുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്, ഒരു ഡിഡക്റ്റീവ് മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അതേപോലെ നേച്ചറിനും അതിൻ്റേതായ ഒരു റിതം, അതിൻ്റേതായ ഒരു സൈക്കിൾ എല്ലാം ഉണ്ട്. സീസൺ, നേച്ചറിന്റെ സീസൺസിനുണ്ട്. സ്പ്രിംഗ്, സമ്മർ, ഫോൾ അല്ലെങ്കിൽ ഓട്ടം, വിന്റർ എന്ന് പറയുന്ന ആ ഒരു സീസൺ, ഓരോ സീസണും അതിന് ഓരോന്ന് കഴിഞ്ഞ് ഓരോന്നായിട്ട് അതിന്റെ ടൈം എടുത്തിട്ടാണ് അത് വരുന്നത്. ആനിമൽസും അതെ, അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ടൈമിലാണ്. എപ്പോഴും അത് അങ്ങനെ എല്ലാം ഒരേപോലെ ഒരുമിച്ച് നടക്കുന്നുണ്ടാവില്ല, എല്ലാം അതിന്റെ ടൈം എടുത്ത് മെല്ലെ മെല്ലെയാണ് നടക്കുന്നത്. പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നതും പിന്നെ അത് ലേറ്റർ അത് ഹാർവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഓരോ സ്പെസിഫിക് ടൈമിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു നാച്ചുറൽ സൈക്കിള് എന്താ പറയുക, ദേ ആർ നോട്ട് റാൻഡം. അത് റാൻഡമായിട്ട് നടക്കുന്ന സംഭവങ്ങളല്ല, അതിന് അതിൻ്റേതായ ഒരു മെത്തേഡുണ്ട്. അതൊരു എന്താ പറയുക, ഒരു സ്ട്രക്ചറിലാണ് നടക്കുന്നത്. ആൻഡ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ബാലൻസ് ഓഫ് എക്കോ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു റിതമിക് പാറ്റേൺ ഓഫ് നേച്ചറിനെയാണ് നമ്മൾ റിച്വൽസ് എന്ന് വിളിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു, മിത്തിൻ്റെയും റിച്വൽസിൻ്റെ ബേസിസിലാണ് ലിറ്ററേച്ചറിനെ അവർ അനലൈസ് ചെയ്യുന്നതെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഒരു റിതമിക് പാറ്റേൺ ഓഫ് നേച്ചർ ഇസ് കോസ്ഡ് ബൈ റിച്വൽ. അപ്പോൾ റിച്വൽ ഒക്കർ
ചെയ്യുന്നത് എപ്പോഴാണ്, എപ്പോഴും അത് ഒക്കെ ചെയ്യുന്നില്ല, അത് പർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിലാണ് ഈ റിച്വൽസ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലിറ്ററേച്ചർ ഹാവ് ദെയർ ഒറിജിൻ ഇൻ സച്ച് റിച്വൽസ് വിച്ച് ഇസ് ഡിസ്കവേർഡ് ബൈ ദി ക്രിറ്റിക്സ് അപ്പം ആൻഡ് എക്സ്പ്ലെയിൻ ബൈ ദം. അപ്പോൾ ഈ ലിറ്ററേച്ചറിന് ഈ ഒരു പറയുന്ന റിച്വൽസ് ആയിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്. ലിറ്ററേച്ചർ ഒറിജിനേറ്റ് ചെയ്തത് അങ്ങനത്തെ സംഭവങ്ങളിൽ നിന്നാണ് എന്നുള്ള ഡിസ്കവറി കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഈ ക്രിറ്റിക്സ് ആണ്. അത് അവരാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട്. പിന്നെ ഈ മിത്ത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. മിത്ത് ആർ ക്രിയേറ്റഡ് ഫ്രം നാച്ചുറൽ പാറ്റേൺസ്, അല്ലെങ്കിൽ ആ ഒരു നേച്ചറിൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ടാണ് മിത്ത് ക്രിയേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നേച്ചറിന് ഒരു പാറ്റേൺ ഉണ്ട്, അതൊരു സിക്ലിക്കൽ ഫോം, അതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞിട്ടാണ് അത് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സീസൺ, വാട്ടർ സൈക്കിൾ എല്ലാം ഒരു പാറ്റേണിലാണ് പോകുന്നത്. നേച്ചർ ഇസ് ഗവേൺഡ് ബൈ പാറ്റേൺ. അപ്പോൾ ആ ഒരു നാച്ചുറൽ പാറ്റേണിൽ നിന്നാണ് എന്തെടുക്കുന്നത്, മിത്ത് വരുന്നത് എന്ന് പറയുന്നുണ്ട്. എല്ലാ പാറ്റേൺ ഇൻ നേച്ചർ, എവറിത്തിങ് കംസ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്, എവറിത്തിങ് ഹാസ് എ പാറ്റേൺ ഇൻ നേച്ചർ. എല്ലാത്തിനും ഒരു പാറ്റേൺ ഉണ്ട്, എല്ലാം വരുന്നത് ഒരു റെഗുലർ ഇന്റർവെല്ലിലായിരിക്കും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ദീസ് പാറ്റേൺസ് വെർ ഇൻകോംപ്രിഹെൻസിബിൾ ടു അസ്. ആ ഒരു സമയത്ത് പണ്ട് നമുക്ക് ഇതെല്ലാം ഇൻകോംപ്രിഹെൻസിബിൾ ആയിരിക്കും, ഈ പാറ്റേൺ എന്താണെന്ന് പറയാൻ നമുക്ക് അറിയില്ലായിരുന്നു. ഹെൻസ് ദർ വാസ് എൻ അറ്റംപ്റ്റ് ടു ഹ്യൂമനൈസ് ദീസ് നാച്ചുറൽ ഫിനോമിന ത്രൂ റിച്വൽസ്. അപ്പം അന്നത്തെ കാലത്ത് നമുക്ക് ഈ ഒരു നേച്ചറിൻ്റെ പാറ്റേൺ, എല്ലാത്തിനും ഒരു പാറ്റേൺ ഉണ്ടെന്ന് പറഞ്ഞു, നേച്ചറിൽ എല്ലാം ഒരു റെഗുലർ ഇൻ്റർവെല്ലാണ് നടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാറ്റേൺ നമുക്ക് അന്ന് മനസ്സിലാവുന്ന സംഭവമായിരുന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിനെ ഹ്യൂമനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിച്വൽസിലൂടെയാണ് ഈ നാച്ചുറൽ ഫിനോമിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു നമ്മളുടെ വേൾഡും ആ നാച്ചുറൽ എനർജീസിനെയും ഒക്കെ ഡെലിബറേറ്റ്ലി സിങ്ക്രനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ റിച്വൽസ് കണ്ടക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ദിസ് form natural cycle, myth, human rituals, harvest songs, sacrifices, folk customs, etc. So that's all about the topic. Video ഇഷ്ടമായെങ്കിൽ please subscribe, like, comment and share it to your friends. So അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, stay safe everyone.